വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ നാടൻ കണവത്തോരനാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഈ കണവയിലെ വേസ്റ്റൊക്കെ ഞാൻ മാറ്റി കണവയെ വൃത്തിയാക്കുകയാണ്. വൃത്തിയാക്കിയ കണവയെ ഞാൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലുള്ള മുഴുവൻ കണവയും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാൻ ആദ്യം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാം. അതിനുശേഷം കടു ഇട്ട് നന്നായിട്ട് പൊട്ടിക്കാം. കടു പൊട്ടിയ ശേഷം ചെറുതായി അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ഓരോന്നായി അതിലേക്ക് ചേർക്കാം. ഞാനിവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ശേഷം ബാക്കി വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഉള്ളി, പച്ചമുളകും വെളുത്തുള്ളി ഇവയെല്ലാം അതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് ഇതിനൊപ്പം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം ഇട്ട ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് റെഡിഷ് കളർ വരുന്നവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉള്ളി വഴന്ന് വരുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. തീയൊന്ന് മെല്ലെ കൂട്ടി കൊടുക്കുക. ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കണവ അതിലേക്ക് ഇടാം. വെള്ളം നന്നായി മാറ്റിയ ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് കണവ ഇടാൻ പറ്റൂ. നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. അടപ്പ് തുറക്കുമ്പോൾ ഒരുപാട് വെള്ളം കാണും. അതൊക്കെ സ്റ്റീമായ ശേഷം മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ തീ ഒന്ന് കൂട്ടിയിട്ട ശേഷം ആ സ്റ്റീമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം വച്ചേക്കാം. തീ മാറിയ ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇപ്പോൾ എല്ലാ വെള്ളവും പോയി കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക്. ഇതൊന്ന് കുറച്ച് വേവട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും ഇതിൻ്റെ അടുത്ത പ്രോസസ്സായ അരപ്പിലേക്ക് പോകാം. അരപ്പിടുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് തേങ്ങ അല്ലെങ്കിൽ തേങ്ങ ഇട്ട ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അല്ല എങ്കിൽ തേങ്ങ മാത്രം മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ച ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം സെപ്പറേറ്റ് ആയി ഇടാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആദ്യം തേങ്ങ അരച്ചെടുത്ത ശേഷം അതിലേക്ക് ഇട്ടു. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഓരോ സ്പൂൺ വീതം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതെല്ലാം കണ്ട് നന്നായിട്ട് ഇളക്കാം. ഓക്കെ, ഇനി അവസാനം നമ്മൾ കുരുമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുകയാണ്. ഒരുപാട് എരിവ് കഴിക്കുന്നവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. അല്ലാത്തവർക്ക് അതിനനുസരിച്ച് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വീതം ഇടാം. ഓക്കെ, നമ്മുടെ നാടൻ കണവത്തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ഡിഷാണ്. ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് നമുക്ക് നന്നായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം നാടൻ രുചികൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക.